കതവ് പൂട്ടിയിരിക്കുകയാണ്. നിന്റെ കയ്യിൽ താക്കോലുണ്ടല്ലോ തുറക്കാൻ, ഇല്ലേ? വീടിന്റെ ഒരു താക്കോല് നിന്നെ ഞാൻ ഏൽപ്പിച്ചത് നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് ഒന്ന് വീട് തുറക്കാനാ. എവിടെ ഞാൻ നിന്നെ ഏൽപ്പിച്ച താക്കോല്? ഇതല്ലേ നീ തപ്പുന്ന താക്കോല്? ഇത് എന്റേത്. ഈ താക്കോല് എങ്ങനെ ഇന്നലെ വന്ന റൗഡിയുടെ കയ്യിൽ കിട്ടിയെന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. റൗഡിയോ? ഏത് റൗഡി? ഞാൻ എന്തിന് എന്റെ വീടിന്റെ താക്കോല് റൗഡിയെ കൊടുക്കണം? എന്നെ കൊല്ലാൻ. പാല് തന്ന് വളർത്തി അമ്മേന്ന് വിളിച്ച് ശീലിച്ച ഒരു സ്ത്രീയെ കൊല്ലാൻ മാത്രം ശത്രുത നിനക്ക് എന്നോടുണ്ടെങ്കിൽ എനിക്കിനി നിന്റെ അമ്മയെ ജീവിക്കുകയും വേണ്ട. എന്റെ മകനെ ഞാൻ നിന്നെ പോലെ സ്നേഹിച്ചിട്ടില്ല. അവന് വേണ്ടി യാതൊന്നും കരുതി വെച്ചിട്ടില്ല. ഞാനില്ലാതായാൽ അവൻ എങ്ങനെ ജീവിക്കുമെന്ന് ഒരു നിമിഷം പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം നീയുണ്ടല്ലോ അവനെ നോക്കാൻ എന്നുള്ള വിശ്വാസം. നീയുണ്ട്. ഞാൻ കിടപ്പിലായാൽ എല്ലാം നോക്കി നടത്താൻ നീയുണ്ട്. എന്റെ മൂത്ത മകൻ, എന്റെ പ്രതീക്ഷ, എന്റെ ആശ്വാസം. തെറ്റിപ്പോയടാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. മുലപ്പാലിന്റെ വില അറിയാത്ത നീചനാണ് നീയെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അത് എന്റെ തോൽവിയാറ്റാ ഞാൻ വിചാരിക്കുന്നത്. 3 മാസം പ്രായമായ നിന്നെ ഉപേക്ഷിച്ച് ഈ റോഡിലെ റെയിൽവേ പണിക്കാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ നിന്റെ അമ്മയുടെ രക്തമാണടാ നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഓടിപ്പോയ അമ്മയെ കുറിച്ചുള്ള ആദികളാണടാ നിന്റെ മനസ്സിൽ ആ 3 മാസം തൊട്ടുള്ളത്. നിനക്ക് അമ്മയെന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാവില്ല. മുലപ്പാലിന്റെ വില മനസ്സിലാവില്ല. നിനക്ക് ചോരയുടെ വില മാത്രമേ മനസ്സിലാവൂ. നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാൻ എന്താ അവകാശം? ഞാൻ ഒരു റൗഡി അയച്ചിട്ടില്ല. ഞാൻ എന്തിനാ നിങ്ങളെ കൊല്ലുന്നത്? അത് നീ നിന്റെ മനസാക്ഷിയോട് ചോദിക്കണം. ആർക്ക് വേണോടാ നിന്നെ തെറി വിളിക്കാൻ അവകാശം? എനിക്ക് വേണ്ട. എനിക്ക് വേണമായിരുന്നു നിന്നെ വഴക്ക് പറയാനും ശാസിക്കാനും നിന്നോട് സംസാരിക്കാനും നിന്റെ നെഞ്ചത്ത് വീണ് കരയാനും ഒക്കെ എനിക്ക് അവകാശം വേണമായിരുന്നു. അത് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇന്നലെ വരെ. പക്ഷേ എന്നെ കൊല്ലാൻ ആളയച്ച സ്ഥിതിക്ക് എനിക്കിനി അത് വേണ്ട. നിന്റെ മേൽ ഒരവകാശം എനിക്ക് വേണ്ട. നിന്നെക്കുറിച്ച് ഒരാഗ്രഹവും എനിക്കില്ല. എനിക്കിനി നിന്നെ കാണുകയും വേണ്ട. എന്റെ മുറിയിലെ കട്ടിലിൽ ഈ കത്തി തെറച്ചു കയറിയ ഒരു തലയണയുണ്ട്. അത് അങ്ങനെ തന്നെ വെക്കണം. അത് കാണുമ്പോൾ നിനക്ക് ഓർമ്മ വരും നിന്റെ അമ്മ മരിച്ചു. അങ്ങനെ ഒരു സ്ത്രീ ഇനിയില്ല. ആ കത്തി എൻ്റെ വയറ്റിൽ തറഞ്ഞു കയറേണ്ടതായിരുന്നു. ഞാൻ അവിടെ ചോര ചീന്തി മരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ അറിഞ്ഞില്ലല്ലോ നീയാണ് അവനെ അയച്ചതെന്ന്. ഇനിയും നീ അത് ആവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ കൊന്നാൽ എനിക്ക് വിഷമമില്ല. എൻ്റെ ഒരു രക്താണു കൊണ്ടുപോലും ഞാൻ നിന്നെ ശപിക്കുകയില്ല. പക്ഷേ ദൈവം നിന്നെ ശപിക്കൂടാ. അതെനിക്ക് പേടിയാണ്. പാടുപെട്ട് വളർത്തുമ്പോഴും സ്വന്തം മകനേക്കാൾ ഞാൻ നിന്നെ സ്നേഹിച്ചപ്പോഴും അത് കാണാൻ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം അത് കണ്ടിട്ടുണ്ട്. അവന്റെ കണക്ക് പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മതി എനിക്ക്, അത് മതി. അമ്മ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മയ്ക്ക് ഭ്രാന്ത് തുടങ്ങിയിരിക്കുന്നു. വരൂ, നമുക്കൊരു ഡോക്ടറെ കാണാം. അതെ, ഭ്രാന്ത് തുടങ്ങി. നമ്മൾ 2 പേരിൽ ഒരാൾക്ക്. ഇനി നീ മിണ്ടരുത്. അമ്മ എന്ന് മേലിൽ എന്നെ വിളിക്കരുത്. ഞാൻ വെറും കൂലിക്കാരി. നിന്റെ അച്ഛൻ 537 രൂപ തന്നു. ഒരു പൊളിഞ്ഞ ഷെഡും തന്നു. ഞാനൊരു കമ്പനി തുടങ്ങി. ആ പൈസയ്ക്കുള്ള പലിശയാണ് ഞാൻ നിനക്ക് തന്ന മുലപ്പാല്, നിനക്ക് തന്ന ലാളന. നിന്നെ മടിയിലിരുത്തി കൊഞ്ചിച്ചതും നിന്നെ കുളിപ്പിച്ചതും നീ അപ്പിയിട്ടപ്പോ കഴുകിയതും ഒക്കെ അതിന്റെ കൂലിയാണ്. എല്ലാം സമ്മതിച്ചു. 2 കൈയും എടുത്ത് തൊഴുത് യാത്ര ചോദിക്കുന്നടാ ഈ കൂലിക്കാരി. ഇനി മതി.
ഒപ്പുവെച്ച ബ്ലാങ്ക് മുദ്രാപത്രം. നിനക്ക് എന്ത് വേണമെങ്കിൽ ഇതിൽ എഴുതി ചേർക്കാം. എന്റെ രാജിക്കത്തും ഇതിലുണ്ട്. ഇനിമേൽ ഞാൻ ഈ കമ്പനിയുടെ ആരുമല്ല. എല്ലാം ഞാൻ തിരിച്ചു തരുന്നു. പേടിച്ചിട്ടാണെന്ന് നീ കരുതരുത്. ഈ കമ്പനി തുടങ്ങുന്ന കാലത്ത് എന്നെ ഇവിടുന്ന് ഓടിക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചതാ. കമ്പനി വളർന്നപ്പോ ശത്രുക്കളുടെ എണ്ണവും കൂടി. ഒരിടത്തും ഞാൻ തോറ്റിട്ടില്ല. ആർക്കും ഈ വിശാലാക്ഷി അമ്മാളെ തോൽപ്പിക്കാനും പറ്റിയിട്ടില്ല. എൻ്റെ മക്കൾ ഒഴികെ അവരുടെ മുമ്പിൽ ഞാൻ തോറ്റുപോകും. കാരണം അവരെന്നോട് യുദ്ധത്തിന് വന്നാൽ പിന്നെ എനിക്ക് നിലനിൽപ്പില്ലടാ, നിലനിൽപ്പില്ല. പിന്നെ ഞാൻ യുദ്ധം ചെയ്യുന്നതിൽ അർത്ഥമില്ല. നീ എന്നെ തോൽപ്പിച്ചടാ ബാലു, തോൽപ്പിച്ചു. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇത്രയും സ്നേഹം തന്നിട്ടും ഈ അമ്മയെ മനസ്സിലാക്കാൻ കഴിയാത്ത നീ എന്നെ തോൽപ്പിച്ചു. എല്ലാം എടുത്തോ, എന്നിട്ട് നീ എന്നെ മറന്നേക്ക്. ഈ പടി ഞാൻ ഇറങ്ങുമ്പോ നമ്മൾ തമ്മിലുള്ള ബന്ധം തീരുന്നു. ഇനി ഇനി എന്റെ ശവം കാണാൻ പോലെ നീ വന്നേക്കരുത്. നീ അയച്ച റൗഡി എന്നെ കൊന്നെന്ന് തന്നെ വിശ്വസിച്ചോ? നിങ്ങൾ വെറുതെ ഇനിയും എന്നെ കുറിച്ച് അപവാദം പറയരുത്. ഞാൻ ആരെയും കൊല്ലാൻ ആളയച്ചിട്ടില്ല. ആവശ്യമില്ലാതെ എന്നെ കുറ്റപ്പെടുത്തിയാ അത് കേട്ടോണ്ട് നിൽക്കൊന്ന് കരുതണ്ട. ശരി, നീ അയച്ചില്ല. എവിടെയാടാ നിന്റെ താക്കോല്? ആ താക്കോല് എങ്ങനെ ഈ വീട്ടിൽ കയറി വന്ന റൗഡിയുടെ കയ്യിൽ വന്നു? എനിക്ക് അറിഞ്ഞൂടാ, അത് മോഷിച്ചതായിരിക്കും. നിന്റെ വാക്കുകൾ നീ തന്നെ വിശ്വസിക്കുന്നില്ലെന്ന് ആ ശബ്ദം കേട്ടാ അറിയാം. സാരല്ല, കഴിഞ്ഞത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പഴയ ഒരു ജോലിക്കാരി റിട്ടയർ ചെയ്ത് പിരിഞ്ഞു പോകുന്നു. ഒരു തർക്കവും ഇല്ല. അമ്മ ഞാൻ പറയട്ടെ? മിണ്ടരുത്. നിന്റെ ശബ്ദം എനിക്ക് കേക്കണ്ട. ഒരു കാലത്ത് നീ മനസ്സിലാക്കും എന്റെ സ്നേഹത്തിന്റെ വില. അന്ന് നീ പശ്ചാത്തപിക്കും ബാലു. ഇന്ന് നീ വിശ്വസിക്കുന്ന ത്യാഗുവിനെയും മറ്റു കൂട്ടുകാരെയും നീ കൂടുതൽ നമ്പാതെ. അവര് നിന്നെ നശിപ്പിക്കും. ഞാനിത് പറയുന്നത് നിന്നെ രക്ഷിക്കാനോ നിന്റെ സ്നേഹം പിടിച്ചു വാങ്ങാനോ അല്ല. എൻ്റെ കടമയിൽ ബാക്കിയുള്ളത് ചെയ്യുന്നു. അമ്മ ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കണം. സ്വന്തം താക്കോലും സ്വന്തം സ്വത്തും സ്വന്തം ജീവനും നീ സൂക്ഷിക്കടാ. ഇനിമേൽ ഇതൊക്കെ നിനക്ക് വേണ്ടി സൂക്ഷിക്കാൻ ഈ അമ്മയില്ലടാ. അമ്മ ഞാൻ പറയുന്ന കേക്ക്. അമ്മ 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 ഞാൻ പറയുന്ന കേക്ക്. ആ